ഈശ്വര, പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ ഞാൻ വേലായുധനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നോടെ അതെല്ലാം തീരണേ. എൻ്റെ വണ്ടി തിരിച്ചു കിട്ടണേ. എനിക്ക് നല്ലത് വരുത്തണേ. വേലുവിനും നല്ലത് വരുത്തണേ. ദൈവമേ. ഇയാളെ ആരെയും നോക്കിക്കണേ? നമ്മുടെ വേണു. പോയി പിടിച്ചിട്ട് വേണം. യെസ് സർ. ദൈവമേ, തൽക്കാലം സ്പീഡിൽ ഓടാൻ ശക്തി തരണേ. ഒന്ന് നിന്നേ, ഒരു ലിഫ്റ്റ് തരുമോ? അങ്ങോട്ടാ? എങ്ങോട്ടാ ചേട്ടാ? അങ്ങനെയൊന്നും ഇല്ല, എങ്ങോട്ടെങ്കിലും. അപ്പൊ എന്റെ കൂടെ എങ്ങോട്ടും വരാൻ ചേട്ടൻ തയ്യാറല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നോട് ലിഫ്റ്റ് ചോദിച്ചപ്പോഴേ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നോട് ഇഷ്ടമാണെന്ന് അല്ലേ? പട്ടി. അതൊന്നും ചെയ്തില്ല, പട്ടിയല്ലേ? എളുപ്പം വിട്. പേടിയുണ്ടോ? ഞാനില്ലേ കൂടെ. അങ്ങോട്ട് വിട്. ചേട്ടാ, എന്നെ മുറുകെ പിടിച്ചോ. ഗട്ടറുണ്ട്. മുറുകെ പിടിച്ചാ സ്പീഡ് വിടുവോ? പിടിച്ച്. ഇങ്ങനാണോ? വലിയ നഷ്ടമുള്ള കാര്യമാണോ? മുറുക്കാം. ഇത്തിരൂടെ മുറുകെ. മുറുക്കി. ഇപ്പൊ കണ്ടോ എന്റെ സ്പീഡ്? വേഗം വിട്. നിർത്ത്. സൈഡിലോട്ട് മാറ്റി നിർത്ത് കൊച്ചേ. ബ്രേക്ക് പിടി. ധൃതി വെക്കല്ലേ. അങ്ങനെ നിർത്താനൊക്കില്ല. താങ്ക് യു വെരി മച്ച്. ഒന്ന് നിന്നേ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. കണ്ടു കാണും. ഞാനൊരു മഹാനാണേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ പടം പത്രത്തിൽ വരും. പോട്ടെ. ചേട്ടാ, എന്താ? ഇതിനാണോ ചേട്ടാ സ്പീഡിൽ വണ്ടി വിടാൻ പറഞ്ഞേ? പിന്നല്ലാതെ. ഐ ലവ് യു ചേട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാര്. ബോട്ട് വിടല്ലേ, ഒരാളൂടെ ഉണ്ട്. Follow him. ഫ്രണ്ടിലോട്ട്. അതിലെ. ഓ, അതിലെ വഴി. എത്രയാ? ഒരു 2. സോറി. ഇവൻ തന്നെ. ചളുക്കോ? ഇവൻ തന്നെ. പറയല്ലേ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ 50,000 രൂപ എന്റെ കയ്യിൽ തന്നെ വരുമെന്ന്. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കണം. 50,000 രൂപയോ? അതെ. എന്നെ പിടിച്ചു കൊടുത്താലോ? നല്ല കാര്യമായി. തമാശ. സീരിയസ്. സമ്മതിച്ചേട്ടാ, സമ്മതിച്ച്. എന്നെ പിടിച്ചു കൊടുത്ത 50,000 രൂപ കിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്നെ ആദ്യം കണ്ട ഈ ചേട്ടനല്ലേ? അത് ഞാനാ ആദ്യം കണ്ടത്. ഞാനാ പിടിച്ചേ. എന്റെ 50,000 രൂപ പിടിച്ച ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ ഞാനാ കണ്ടത്. 50,000 രൂപയോ? എല്ലാവർക്കും പങ്കുവെച്ച് വരാം. വരീൻ, എല്ലാവരും വരും.
അയ്യേ ഛേ. അയ്യോ പിടിയവനെ ചേട്ടാ പല സ്വിമ്മിംഗ് പൂളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളമുള്ള സ്വിമ്മിംഗ് പൂൾ ആദ്യമായിട്ട് കാണുക. അമ്മേ Look at that. തുമ്പപ്പൂവും കാക്കപ്പൂവും തേടി കാടായ കാടൊക്കെ അലഞ്ഞു നടന്നിരുന്ന കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ശാന്തി. രാഘവേട്ട, എനിക്കും ഒന്ന് പറയാനുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് രാജകുമാരിയെ രക്ഷിച്ച രാജകുമാരന്റെ കഥ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചിത്രം ഈ രാഘവേട്ടന്റേതായിരുന്നു. ശാന്തി, കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ കൽപ്പന കളരിക്കൽ തറവാട്ടിലെ കിണർ നായരുടെ മകളെ ഈ രാഘവേട്ടൻ ക്ഷണിക്കുന്നത് ചെറ്റക്കുടിലേക്കാണെന്ന് ഓർമ്മ വേണം. എനിക്ക് മണിമേടിയാണ് രാഘവേട്ടൻ. പിന്നെ നന്നായിട്ട് കൂടി എന്നാലേ ഡയലോഗ്. എന്നിട്ടും എന്താ കുട്ടി, പനിനീർപ്പൂ പോലുള്ള നിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും. വേണ്ട ഇങ്ങോട്ട് മക്കളാ, ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്യും. നീ സ്റ്റേജിൽ കയറുന്നു, കൈയടി മേടിക്കും. ഇന്നത്തെ പ്രോഗ്രാം നീ കലക്കും. അതിനെനിക്ക് വന്ന് ഇവിടെ ഇരിപ്പായോ? ആദ്യം ഇങ്ങനെ വേണം. ആത്മാർത്ഥത അങ്ങനെ പറയാ. നിന്നെ ഞാൻ ഇന്ന് സൂപ്പർ സ്റ്റാറാക്കും. ഇപ്പൊ എവിടാ വയ്ക്കുന്നേ? അയ്യോ, കണ്ണിലായിപ്പോയി. ചേട്ടൻ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങി പോരുന്നത്. പേടിക്കേണ്ട ശാന്തി, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, സത്യം. അയ്യോ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എന്തിയേ? വെള്ളം അടിച്ചാൽ വജി കിടക്കണം. പേരോട്ട് ഉണ്ടാക്കി വെക്കില്ലേ? അല്ല, ഇതെന്താ എന്റെ മീശയ്ക്ക്? അത് വലിച്ചെടുക്കാൻ നാടത്തിന് സമയമായി. അല്ല ഞാൻ അല്ല, ഇനിയുള്ള ദിനങ്ങളിൽ ഇതുവരെ തീർന്നില്ലേ മേക്കപ്പ്? സമയമായെന്ന്. അല്ല, സന്തോഷത്തിന്റെ നിർമ്മാതളങ്ങൾ കാക്കി. നിന്റെ ഉയർന്ന വാക്കുകൾ അമൃതവർഷമായി എനിക്ക് തോന്നുന്നു. എന്റെ ജീവിതം
ധന്യമായതായി ഞാൻ അറിയുന്നു. രാഘവേട്ടാ, നിർത്ത് 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 നിർത്ത്. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് അയ്യോ ഡാഡി. ഒരു മിനിറ്റ് വന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ ഞാൻ അഭിനയിക്കണം. പ്രശ്നമില്ല, എന്റെ ജീവിതം തന്നെ ഒരു അഭിനയമാണ്. ഞാൻ അഭിനയിക്കാം. സമ്മതിക്കില്ല. പോട്ടെ. ആരെ കുഴപ്പം പോയെന്നാ തോന്നുന്നു രാഘവേട്ടാ. കണ്ടില്ല, ക്ഷമിക്കണം സർ. It's all right. It's all right. ഒന്ന് നിൽക്കണേ. ഇതുവഴി ഒരു ചെറുപ്പക്കാരൻ ഓടി പോകുന്നതാണോ? ഇല്ലല്ലോ. ശ്രദ്ധിച്ചെടുത്തൂടെ? ഓട്ടും സൂട്ടും ഒക്കെ ഇട്ട് മതി മതി മതി. എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങളും അല്പം തിരക്കിലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാറിനെ എവിടെയോ കണ്ടു മറന്നതുപോലെ. സാധ്യതയുണ്ട്. ഞാൻ പണ്ട് ഇവിടൊക്കെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു. പിന്നീട് ആർമിയിൽ ചേർന്നു. 30 കൊല്ലത്തെ സേവനത്തിന് ശേഷം ദാ നേരെ ഇറങ്ങി വരികയാ. ഐ ആം കേണൽ നായർ. ഓ, ഐ ആം സോറി, എനിക്ക് തോന്നിയതാവും. ബൈ ബൈ. എക്സ്ക്യൂസ് മീ കേണൽ നായർ, യെസ്. ഇതുവഴി ഒരു ചെറുപ്പക്കാരൻ ഓടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ആരെയും കണ്ടില്ല. ഓക്കെ. I am Colonel Nair. Yes, I am Colonel Nair.